ഉന്നത വിദ്യാഭ്യാസവും ജോലി ലഭിക്കാനുമുള്ള കഴിവുകളുണ്ടെന്ന പേര് സ്ത്രീക്ക് ഭർത്താവിൽ നിന്ന് ജീവനാംശം നിഷേധിക്കാൻ കഴിയില്ലെന്ന് കേരള ഹൈക്കോടതി. സ്വന്തമായി വരുമാനം കണ്ടെത്തുന്നതുവരെ അവർക്ക് ജീവനാംശം നൽകണമെന്നും ജസ്റ്റിസ് കൗസർ ഇടപ്പകത്ത് നിരീക്ഷിച്ചു. ഭാര്യയ്ക്കും മകൾക്കും ജീവനാംശം നൽകണമെന്ന കുടുംബ കോടതിയുടെ ഉത്തരവ് ശരിവച്ചുള്ള വിധിയിലാണ് നിരീക്ഷണം. ഭാര്യ, കുട്ടികൾ, മാതാപിതാക്കൾ എന്നിവർക്ക് സംരക്ഷണം നൽകേണ്ടതിനെക്കുറിച്ച് CRPC വകുപ്പ് 125 വ്യക്തമായി പറയുന്നുണ്ട്. ഒറ്റയ്ക്കായി പോകുന്ന പങ്കാളിക്കും അവരെ ആശ്രയിച്ചു കഴിയുന്ന മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ലഭിക്കേണ്ട സാമാന്യ നീതിയാണിത്. ഭാര്യയ്ക്ക് സ്വന്തം നിലയ്ക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെങ്കിൽ ഭർത്താവ് ആവശ്യമായ ജീവനാംശം തന്നെ നൽകണം. 125 വകുപ്പിലെ പരിപാലിക്കാൻ കഴിയാത്ത എന്ന പ്രയോഗികനെ വെറും സാധ്യതാപരമായ വരുമാനശേഷി എന്നതിനേക്കാൾ യഥാർത്ഥത്തിൽ സ്വയം പുലർത്താനുള്ള കഴിവില്ലായ്മ എന്നാണ് വ്യാഖ്യാനിക്കേണ്ടത് എന്ന് കോടതി വിധിച്ചു. ഈ പ്രയോഗത്തിന് വെറും വരുമാനമുണ്ടാക്കാനുള്ള ശേഷിയോ യോഗ്യതയോ മാത്രമല്ല അർത്ഥം. അതുകൊണ്ട് തന്നെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു ഭാര്യ ജോലി ചെയ്യാതെയും വരുമാനമില്ലാതെയും ഇരിക്കുന്ന പക്ഷം അവർക്ക് വരുമാനമുണ്ടാക്കാനുള്ള ശേഷിയുണ്ടെന്ന കാരണത്താൽ ജീവനാംശം നിഷേധിക്കാനാകില്ല. മറിച്ച് ഉയർന്ന യോഗ്യതയുള്ള തൊഴിലില്ലാത്ത ഭാര്യയ്ക്ക് സ്വയം മതിയായ വരുമാനം ലഭിച്ച് സ്വയം പുലർത്താൻ കഴിയുന്നതുവരെ ജീവനാംശം ലഭിക്കാനുള്ള അവകാശമുണ്ട് എന്ന് കോടതി വ്യക്തമാക്കി. തനിക്ക് പ്രതിമാസം 15,000, മകൾക്ക് 7,000 രൂപയും ഭർത്താവിൽ നിന്ന് ജീവനാംശം ആവശ്യപ്പെട്ടാണ് ഭാര്യ കുടുംബ കോടതിയിൽ ജീവനാംശ ഹർജി ഫയൽ ചെയ്തത്. ഭർത്താവ് ഈ ആവശ്യത്തെ എതിർത്തു. ഭാര്യ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള BEd, MA ബിരുദധാരിയാണ് എന്നും സ്വന്തമായി ഉപജീവനം നടത്താൻ കഴിവുള്ളവളാണ് എന്നും അവകാശപ്പെട്ടു. മാത്രവുമല്ല, ന്യായമായ കാരണങ്ങളൊന്നുമില്ലാതെ ഭാര്യ തന്നെ വിട്ടുവേറെ താമസിക്കുകയാണ് എന്നും അദ്ദേഹം വാദിച്ചു. എന്നാൽ കുടുംബ കോടതി ഈ വാദങ്ങൾ തള്ളി. ഭാര്യയ്ക്ക് 6,000, മകൾക്ക് 4,500 രൂപയും പ്രതിമാസ ജീവനാംശം നൽകാൻ ഭർത്താവിനോട് ആവശ്യപ്പെട്ടു. ഇതിന് പിന്നാലെയാണ് ഹൈക്കോടതിയിൽ റിവിഷൻ ബെഞ്ച് നൽകിയത്. ഭാര്യ ന്യായമില്ലാതെ വേറെ താമസിക്കുന്നുവെന്ന ഭർത്താവിന്റെ വാദത്തിന് യാതൊരു തെളിവും ഹാജരാക്കിയിട്ടില്ലെന്ന് കണ്ടെത്തി. ഭർത്താവിന്റെ സഹോദരനും സഹോദര ഭാര്യയും ദാമ്പത്യ വീട്ടത്തിൽ താമസം തുടങ്ങിയതാണ് ഭാര്യയുമായുള്ള ബന്ധത്തിൽ വിള്ളൽ വരുത്തിയതെന്ന് ഫാമിലി കോടതിയുടെ കണ്ടെത്തൽ കോടതി ശരിവച്ചു. അതിനാൽ ഭാര്യ വേറെ താമസിക്കാൻ തീരുമാനിച്ചത് കാരണമില്ലാതെയല്ല എന്ന് കോടതി വിലയിരുത്തി. ന്യായമായ കാരണത്തോടെ ഭാര്യ വേറെ താമസിക്കുന്നത് നിയമം അംഗീകരിക്കുന്നതാണ്. അത് KPC 125 BNS പ്രകാരം ജീവനാംശം ആവശ്യപ്പെടുന്നതിന് തടസ്സമില്ല. കോടതി വ്യക്തമാക്കി. ഭർത്താവിന്റെ വീട്ടിൽ ലഭിച്ചിരുന്ന ജീവിത നിലവാരം തുടരാൻ ഭാര്യയ്ക്ക് മതിയായ വരുമാനമുണ്ടായോ എന്ന് യഥാർത്ഥ സാഹചര്യത്തിൽ വിലയിരുത്തണമെന്നും കോടതി ആവർത്തിച്ചു. ഇതിന് ഡൽഹി ഹൈക്കോടതി വിധിച്ചതുപോലെ വിദ്യാസമ്പന്നയാണെങ്കിലും തൊഴിലില്ലാത്ത ഭാര്യയ്ക്ക് ജീവനാംശം അവകാശപ്പെടാനാകില്ല എന്ന വ്യാഖ്യാനം പിന്തുടരാൻ കോടതി തയ്യാറായില്ല. അത്തരമൊരു വ്യാഖ്യാനം KPC 125 വകുപ്പിന്റെ സാമൂഹ്യക്ഷേമ ലക്ഷ്യത്തെ പരാജയപ്പെടുത്തുമെന്നും ജസ്റ്റിസ് എടപ്പകത്ത് നിരീക്ഷിച്ചു. ഭർത്താവിന് പ്രതിമാസം 66,900 വരുമാനമുണ്ടെന്നും ഭാര്യയെയും മകളെയും പോറ്റാൻ മതിയായ സാമ്പത്തിക ശേഷിയുണ്ടെന്നും കണ്ടെത്തിയ കോടതി ഫാമിലി കോടതിയുടെ തീരുമാനം ശരിവെച്ച് ഭർത്താവിന്റെ ഹർജി തള്ളി.